ഹലോ നമസ്കാരം. ചിത്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക് ചാം റീഡിംഗ്, ഒരു മിനി റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തമ്മില് രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതില് ഫസ്റ്റത്തെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് റീഡിംഗ്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്ന ഈ ഒരു നിമിഷം അത് എപ്പോ വേണമെങ്കിലും ആകാം. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ ആവണമെന്നില്ല. എപ്പോഴാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ള കാര്യം ഒരു സന്ദേശമായിരിക്കാം, ഒരു മാർഗനിർദ്ദേശമായിരിക്കാം. എന്താണ് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോർട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ നൈറ്റ് ഓഫ് സോർട്സ്. Clarify the fool. Wow. Wow. 4 of Wands. നോക്ക്, എല്ലാ വാൺസിലെ ഏറ്റവും നല്ല കാർഡുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, 4 of Wands, celebration card. 6 of Wands talks about being successful, popular, having public recognition. 8 of Wands talks about fast paced change. So നിങ്ങളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള, ഓക്കെ, നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ള ഒരു മാറ്റം, അതും വളരെ പെട്ടെന്നുള്ള മാറ്റം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയി നിൽക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ പെർട്ടിക്കുലർലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കേണ്ട ഒരു സമയമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഒരു തരത്തിലും ആ ഒരു മാനിഫെസ്റ്റേഷനെ കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങളോട് കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വളരെയധികം അടുക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തിച്ചേരാനായിട്ടൊരു സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ. എനർജറ്റിക്കലി അങ്ങനെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യുക. ഫുള്ളി അതിനോട് കമ്മിറ്റഡ് ആയിരിക്കുക. ഓക്കെ, അതേസമയം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഇത് എങ്ങനെയാണോ വരുന്നത്, എപ്പോഴാണോ വരുന്നത്, അതുപോലെ വരുന്നതിന് നിങ്ങൾ അനുവദിക്കുക. ഒരു തരത്തിൽ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ പാടില്ല. നിങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി യൂണിവേഴ്സിനെ വിട്ടുകൊടുക്കുക. കാരണം നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള സയൻസ് യൂണിവേഴ്സ് നൽകുന്നുണ്ട് എന്നാണ് ഞാൻ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ സയൻസ് നിങ്ങൾക്ക് വളരെ മൈൻഡ്ഫുൾ ആയിരിക്കും ഈ ഒരു സമയം. കാരണം നിങ്ങൾക്ക് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് ഇപ്പൊ നൽകുന്നുണ്ട്. ആ സയൻസ് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ്, എന്താണ് ഒരു എനർജിയുടെ മാറ്റം എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വാർണിംഗ്സും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങളത് എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഓക്കെ, പക്ഷെ നിങ്ങളോട് അതാ പറയണേ, വളരെ മൈൻഡ്ഫുൾ ആയിരിക്കുക. കാരണം ഇത് ഈ ഒരു സമയം നിങ്ങളിപ്പോ കൃത്യമായിട്ട് അതിനോട് കമ്മിറ്റഡ് ആയിട്ട് അതിൽ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ് ഒക്കെ എടുത്ത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു ഷിഫ്റ്റാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ അഭിമാനിക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മാറ്റം ആണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇത് ഒരുപാട് സന്തോഷത്തിന്റെ ഏറ്റവും പീക്കിലെത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ 4 of Wands ലൂടെ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം അത് എന്താ പറയാ, അത് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് പലർക്കും പല വിഷയമായിരിക്കും കേട്ടോ. ചിലർക്ക് നിങ്ങൾ എന്തിലാണ് ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ വിഷയത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ചിലർക്ക് അത് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം, ചിലർക്ക് കരിയർ ആയിരിക്കാം, ഫൈനാൻസ് ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതിനുവേണ്ടി അലൈൻഡ് ആക്ഷൻസ് കൃത്യമായി എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സമയമാണ്. അതിലേക്ക് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കേണ്ട സമയമാണ്. അതേസമയം അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി നിൽക്കേണ്ട സമയമാണ്. ഡിറ്റാച്ച്ഡ് ആകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴാണ് സംഭവിക്കുക, എന്താ സംഭവിക്കാത്തത്, ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒബ്സസീവായി ചിന്തിക്കുന്ന ഒരു ടെൻഡൻസി വേണ്ട. അത് ഇന്ന രീതിയിൽ സംഭവിക്കണം, ഇപ്പൊ സംഭവിക്കണം, അങ്ങനത്തെ ഒരു അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ ഇല്ലാത്തൊരവസ്ഥയാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അത് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും നിങ്ങൾ വെറീഡ് അല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും വിഷമങ്ങളില്ല. നിങ്ങൾക്ക് അത് അറിയാം. ഏറ്റവും നല്ല സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. അത്രമേൽ വിശ്വാസം യൂണിവേഴ്സിലുണ്ട്. ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഡിറ്റാച്ച്മെന്റ് എനർജി. ഓക്കെ, അതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഞാൻ വളരെ സിമ്പിൾ ടൈമിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് സയൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ് ആണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് അതില് കെയർലെസ് ആവാതിരിക്കാൻ പറയുന്നു. ആ സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സയൻസ് അത് ഏത് രൂപത്തിലായിരിക്കാം. ചിലപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേക വസ്തുക്കളെ നിങ്ങളുടെ പിന്നെയും 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 നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടുവരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫ്രേസ് നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്താണോ ആക്ഷൻസ് എടുക്കേണ്ടത് വെച്ചാൽ അത് എടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളോട് പറയണേ. കാരണം ഇത് ഇപ്പൊ നിങ്ങൾ കൃത്യമായി അതിനുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ ഗുണം ഉണ്ടാവുക. നിങ്ങളാണ് അതിൽ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്നത്.
നിങ്ങളുടെ ലൈഫിലാണ് അത്രയും നല്ല മാറ്റം വരാൻ പോകുന്നത്. ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല നിങ്ങൾ അത്രമേൽ ലൈഫിൽ ഒരു സംതൃപ്തി അനുഭവിക്കാനാണ് പോകുന്നത് അതിലൂടെ. ഓക്കെ, അപ്പം അത് വിട്ടുകളയാതിരിക്കുക, ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 1. അപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സിന് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് നോക്കാം. അതൊരു സന്ദേശമായിരിക്കാം, മാർഗനിർദ്ദേശമായിരിക്കാം. ഓക്കെ, എന്തായാലും ഇത് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളതാണ്. ക്ലാരിഫൈ ദ ലവേഴ്സ്, സ്ട്രെങ്ത്, clarify the strength, princess of coins, clarify the princess of coins, knight of wands, clarify the knight of wands, nine of swords, nine of cups. Okay, അപ്പൊ ഇത് കൂടുതലും ഒരു സിംഗിൾസിനുള്ള മെസ്സേജ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള സിംഗിൾസ് ആണ്. നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ, നിങ്ങൾക്ക് ആ കൺസെപ്റ്റിനോടൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ലവർ ഉണ്ടാവുക, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെയാ കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സിംഗിൾ ലൈഫിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, നിങ്ങൾക്ക് ഈ ലൈഫ് ടൈമിൽ നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കണമോ ആ വ്യക്തിയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. സ്പെസിഫിക് പേഴ്സണെ വെക്കരുത്, ഈ ഒരു രീതിയിലാണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എന്നിൽ നിന്ന് ഹൂ ഇസ് യുവർ ഫ്യൂച്ചർ സ്പൗസ് എന്നുള്ള ഒരു റീഡിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ പേഴ്സണലി കിട്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് സീരിയസ്ലി, ഇത് വെറുതെ ഒരു തമാശയ്ക്കോ പരീക്ഷണത്തിനോ അല്ല പറയണേ, ഇത് കൃത്യമായി നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. അതിനെ സീരിയസ് ആയി എടുക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂ ചാപ്റ്റർ ആണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് എനർജി എന്നാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് തയ്യാറാകുന്നതിനെ നിങ്ങൾ ഇപ്പോഴേ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ മനസ്സുകൊണ്ട് അതിനോട് തയ്യാറാവണം എന്ന് കാണുന്നു. നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണെന്ന് അറിയാമോ? ആ ഒരു സിംഗിൾ ലൈഫാണ്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങൾ അതിൽ വളരെയധികം എൻജോയ് ചെയ്യുന്നു. നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാളും കൂടെ വരിക എന്ന് പറയുമ്പോൾ ആ വ്യക്തിനെയും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നത്. എന്തിലും ഏതിലും നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻസ്, ഒരു ചോയ്സസ് ഡയറക്ട്ലി എഫക്ട് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിനെ ആയിരിക്കും. ഓക്കെ, തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക്, അത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് അതിനായിട്ട് തയ്യാറെടുക്കാനാണ് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ചിന്തിക്കുകയും എന്താ പറയാ, മനസ്സുകൊണ്ട് നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഡെസ്റ്റിൻ പാർട്ട്ണർ വരുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ മാറ്റങ്ങൾക്കായിട്ട് പരിശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ്. അതിനെന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പരിശ്രമിക്കാൻ, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ആ ആക്ഷൻസ് എടുക്കുക. അതോടൊപ്പം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്പൗസിനെ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുക. ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് വല്ലാതൊരു ടെൻഷനൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ടെൻഷനും ആ റെസ്റ്റ്ലെസ് എനർജി എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ ഒരാൾ വന്നാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുപോലെ ഫ്രീഡം ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് അങ്ങനെ പറ്റുമോ, അത് അങ്ങനെയാവും ഇങ്ങനെയാവും, ഇങ്ങനെ വെറുതെ കുറെ ചിന്തകൾ വരിക. ഓക്കെ, അപ്പൊ അത്തരം ചിന്തകളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാതിരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഗോ വിത്ത് ദ ഫ്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലായിരിക്കാം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുണ്ടാവുന്ന വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നമ്മുടെ ബ്രെയിൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് മെയിൻ ഒരു റോള് വഹിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ അതിനെ എൻകറേജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യത്തിനെയും സമയത്ത് ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ പിന്നാലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഭാവിയിലും അങ്ങനെ നടക്കാം എന്നുള്ള രീതിയിലുള്ള ഇമാജിനേഷൻസ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരിക്കും. ഇത് ആ എനർജിയിൽ തന്നെ നിർത്തും. മനസ്സിലായോ? അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ, നല്ല എക്സ്പീരിയൻസസ്, ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ ആദ്യം ഒന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇന്റൻഷനലി വേണം അത് കണ്ടെത്തുന്നതിന്. പക്ഷെ കൂടുതൽ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ, നല്ല അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിലേക്ക് മാത്രം നിങ്ങളുടെ ചിന്തകളെ, നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ മനസ്സ് പോവുക. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ജീവിതത്തിനെ കുറിച്ചും ഏറ്റവും ഒരു ബെസ്റ്റ് കേസ്, ഒരു ബെസ്റ്റ് സിനാരിയോ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഇമാജിൻ ചെയ്യാനാണ് നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു 9 of Swords എനർജിയിൽ നിന്ന് മാറണമെങ്കിൽ ഈ 9 of Cups എനർജിയിലേക്ക് നടത്തണം. അതായത് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൽ ആയിക്കൊണ്ട് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു എന്താ പറയാ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനെ അങ്ങനെ തന്നെ സ്വീകരിച്ച മാറ്റങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങണം. അത് സീരിയസ്ലി ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.